നെറ്റ് തീർന്നു. പക്ഷെ എത്ര വട്ടം തീർന്നു? കഷ്ടമായിപ്പോയി. അവസാനത്തെ ഭാഗമായിരുന്നു. എൻ്റെ രമേശൻ സാറേ, ഞാൻ പറയണത് സാറൊന്ന് വിശ്വസിക്ക്. സത്യമായിട്ടും ഞങ്ങൾ കെട്ടിച്ചു വിട്ടതൊന്നും അല്ല. അമ്മാവൻ്റെ കൂടെ ആ ഗിരിജയെന്ന് പറയുന്ന പെണ്ണുമുള്ള കൂടെ പോയതാണ്. അയ്യോ അല്ല സാറൊന്ന് അല്ലേ സാറൊരു കാര്യം ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ വന്ന് ഞങ്ങളെ വീട്ടിലുള്ള ആരുടെയും ചോദിച്ചു നോക്ക്. അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞോന്ന്. ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നാട്ടുകാരറിയൂലേ. ഇത് ഒരു കുഞ്ഞും അറിഞ്ഞില്ല. തലേ ദിവസം ഞാനും എൻ്റെ അളിയനും കൂടെ ഈ കാര്യത്തിന് ഇവിടെ വഴക്ക് നടന്ന്. സാറ് സംശയം ഉണ്ടെങ്കിൽ ഈ വീട്ടിൻ്റെ പരിസരത്തുള്ള ആരുടെയും ചോദിച്ചു നോക്ക്. എപ്പോഴും വഴക്ക് അല്ല, എപ്പോഴും വഴക്ക് നടക്കും. അത് ഞങ്ങൾ വെറുതെ നേരം പോക്കാണ് സാറേ. ഇത് പക്ഷേ ഈ വിഷയത്തെ ചൊല്ലി ഞങ്ങളൊരു വഴക്കുണ്ടായി. കർത്താവിനാണ് എൻ്റെ പെണ്ണും പിള്ളയാണ് സത്യമായിട്ടും അറിയില്ല. അപ്പുക്കുട്ട സാറ് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് സാർ എൻ്റെ അടുത്ത്. സാർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മയപ്പെടുത്തണം. സാറ് പറഞ്ഞാൽ കേൾക്കും. ഞാനേ നമ്മുടെ മണിയണ്ണ സാറിനെ കൂടെ വിളിച്ചൊന്ന് പറയാം. നമ്മുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ സാറും കൂടെ പറയുമ്പോൾ അപ്പുക്കുട്ട സാറ് ഒന്ന് തണുക്കുവേ. സാർ ശരി സാർ. എന്തോന്നടി വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. എൻ്റെ ഇടയിൽ വന്ന് നിന്നിട്ട് ഫോൺ ഒന്ന് റീചാർജ് ചെയ്തതാ. ഞാനിനി കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോകണം. അപ്പം ചെയ്തു തരാം. പുറത്ത് പോകുമ്പോൾ ചെയ്യണ്ട, ഈ ഫോണിൽ കൂടെ ചെയ്തു തന്നാൽ മതി. എടീ ഇതിനകത്ത് നയ പൈസ ഇല്ല. അക്കൗണ്ടാണെങ്കിൽ ശൂന്യമാണ്. പൂച്ച പറ്റ അവസ്ഥ എന്ന് തന്നെ പറയാം. ബാങ്കിലാ? ബാങ്കല്ല, ഫോണില്. ഒന്ന് കഷ്ടമല്ലെങ്കിൽ നോക്കിയേ, വെറുതെ പറയാ. ഇല്ലാന്ന് പറയില്ല. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു മിനിറ്റ്, ആ ഫോൺ എന്താ? പിന്നെ ഞാനൊരു സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന സാന്ത്വനം. അതിനവർ കല്യാണം വരെ എത്തി നിൽക്കുക. അപ്പോഴത്തേക്ക് നെറ്റ് തീർന്നു പോയി. പ്ലീസ് ഒന്ന് അവസാന ഭാഗം മാത്രം കണ്ടാ മതി. പ്ലീസ്. അവള് ഒരു കല്യാണം കാരണം ഇവിടെ എന്റെ ഇരിപ്പിടം പോറായി നിൽക്കുകയാണ്. ഏത് കല്യാണം? നമ്മുടെ അമ്മാവന്റെ കല്യാണം. അവന് അമ്മാവന്റെ കല്യാണത്തിന് എന്താ കുഴപ്പം? അമ്മാവനെ ഗ്രഹിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം ആണല്ലോ. എല്ലാവരും സന്തോഷമാണ്. നിങ്ങളും സന്തോഷമാണല്ലോ. നമുക്ക് നല്ല കുഴപ്പമില്ല. നിന്റെ കെട്ടിയവന് സന്തോഷം, അമ്മാവന് സന്തോഷം, അമ്മായിക്ക് സന്തോഷം, എന്റെ ഭാര്യയ്ക്ക് സന്തോഷം. അപ്പൊ പ്രശ്നം മുഴുവൻ എനിക്കാണ്. ക്ലീറ്റോച്ചേട്ടൻ എന്താ ഇത്ര പ്രശ്നം? അവിടെ അപ്പുക്കുട്ട സാർ കലിതുള്ളി നിൽക്കുകയാണ്. കപ്പുക്കുട്ട സാറിന് പണി നോക്ക് പോ. ഫോണും തരുന്നുണ്ടാ? ഞാൻ തരണില്ല. കഷ്ടമല്ല, ഇപ്പൊ തരാന്ന്. നീ പോയി നിന്റെ ജോലി നോക്ക് പോ. തരത്തില്ലല്ലോ, ഉറപ്പല്ലേ? നിന്നെ ലില്ലിന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നേക്കാം. ഞാൻ പല്ലിന്ന് വിളിച്ചോണ്ട്. വേണ്ട, വരണ്ട. അവർക്ക് മനുഷ്യൻ എന്തെങ്കിലും ടെൻഷനിൽ നിന്ന് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നെഹ്ലിയും എനിക്കാണല്ലോ കുഴപ്പം മുഴുവൻ. മണിയണ്ട സാറേ. അല്ല സാറേ, അല്ല സാറ് അറിഞ്ഞത് തെറ്റായിട്ടുള്ളൊരു വിവരമാണ്. അമ്മാവനെ ഇങ്ങനെ പോയ സമയത്ത് ആ സ്ത്രീ കൂടെ ട്രെയിനിൽ കയറി അങ്ങ് പോയി. അതാണ്. അയ്യോ അല്ല സാറേ, ഇങ്ങനെയാണ് അപ്പുക്കുട്ട സാറ് അറിഞ്ഞിരിക്കുന്നത്. ഒന്ന് സാറൊന്ന് അപ്പുക്കുട്ട സാറിനെ വിളിച്ചിട്ട് സത്യസന്ധമായ കാര്യം ഒന്ന് അറിയിക്കണം. ഞാൻ നിരപരാധിയാണ് സാറേ. അപ്പുക്കുട്ട സാറ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എന്നോട് പിണക്കമാണ്. സത്യം പറയല്ലേ, അപ്പുക്കുട്ട സാറ് എന്നോട് 1 മണിക്കൂർ പിണങ്ങിയിരുന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പപ്പയെ കാണും പോലെയാണ് അപ്പുക്കുട്ട സാറിനെ കണ്ടേക്കണം. സാർ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് മയപ്പെടുത്തണം.